എല്ലാവർക്കും നമസ്കാരം. നാരായണീയ സഹസ്രം 267 ദിവസം. നമ്മളിന്ന് 26 ദശകത്തിലെ 4 ശ്ലോകം ഗജേന്ദ്രമോക്ഷം എന്ന കഥയാണ് പാരായണം ചെയ്യാൻ പോകുന്നത്. പാരായണം പ്രഭാഷണങ്ങളൊക്കെ തുടർന്ന് ആ 4 ശ്ലോകത്തിലേക്ക് പാരായണത്തിലേക്ക് കടക്കാം. അതിനു മുമ്പ് എല്ലാവരോടും പറയാനുള്ള ഒരു കാര്യം, ഈ ചാനലിലെ വീഡിയോ തുടക്കം മുതൽ എല്ലാ ദിവസവും അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസൊക്കെ തുടക്കം മുതൽ അവസാനം വരെ ഇരുന്ന് കാണാനുള്ള ഒരു അഭ്യർത്ഥനയാണ് നിങ്ങളോട് ചെയ്യാനുള്ളത്. അത് മുഴുവനായിട്ടിരുന്ന് കാണുക. അതുപോലെ തന്നെ ചാനലിലെ വീഡിയോസൊക്കെ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം എന്നൊരു അഭ്യർത്ഥനയോടുകൂടി നമുക്ക് പാരായണത്തിലേക്ക് കടക്കാം. ഇന്ന് പ്രത്യേകിച്ചൊന്നും ഞാൻ പറയുന്നില്ല. ശ്രീ ഗുരുവായൂരപ്പ ശരണം. നാരായണായ നമ നാരായണായ നമ നാരായണായ നമ നാരായണായ നമ നാരായണ സകല സന്താപനാശന ജഗന്നാഥ വിഷ്ണുഹരി നാരായണായ നമ. ശ്രീ ഗുരുവായൂരപ്പ ശരണം. ഭൂതനാഥ സദാനന്ദ സർവഭൂതദയാപരാരക്ഷ രക്ഷ മഹാബാഹോ ശാസ്ത്രേ തുഭ്യം നമോ നമഃ. സ്വാമിയേ ശരണമയ്യപ്പ. ഗുരവേ സർവലോകാനാം ഭിഷജേ ഭവരോഗിണാം നിധേ സർവവിദ്യാനാം ദക്ഷിണാമൂർത്തയേ നമഃ. ശ്രീ ഗുരുഭ്യോ നമഃ. ഗുരുവായൂരപ്പ ശരണം. 26 ദശകത്തിലെ 4 ശ്ലോകം. സ്വേന സ്ഥേംനാ ദിവ്യദേശത്വശക്ത്യാ സോയം ഖേദാന പ്രജാനൻ കദാചിത് ശൈലപ്രാന്തേ ഘർമ്മതാന്തസരസ്യാം യൂഥേ സാർത്ഥം ത്വൽപ്രണുന്നോഭിരേമേ. സ്വേന സ്ഥേംനാ ദിവ്യദേശത്വശക്ത്യാ സോയം ഖേദാന പ്രജാനൻ കദാചിത് ശൈലപ്രാന്തേ ഘർമ്മതാന്തസരസ്യാം യൂഥേ സാർത്ഥം ത്വൽപ്രണുന്നോഭിരേമേ. ശ്രീ ഗുരുവായൂരപ്പ ശരണം. ആ ത്രികൂട പർവ്വതത്തിലുള്ള സരസിൽ ആനകൾ, ഗജേന്ദ്രൻ ഉൾപ്പെടെയുള്ള ആനക്കൂട്ടങ്ങൾ കളിച്ച് രസിച്ചു എന്ന് വർണ്ണിച്ചുകൊണ്ടാണ് ഇന്നത്തെ പാരായണം നമ്മൾ സമർപ്പിച്ചിരിക്കുന്നത്. എല്ലാവരോടും ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ എല്ലാവരും ഇത് മുഴുവനായിട്ടിരുന്ന് കാണാനുള്ള ഒരഭ്യർത്ഥന വീണ്ടും വീണ്ടും ചെയ്യുന്നു. അതുപോലെ ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്നവരാണെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്തവർ എല്ലാ ദിവസവും പറയുന്ന പോലെ സജ്ജനങ്ങളെ ഈ ഒരു സത്സംഗത്തിലേക്ക് എത്തിച്ചേർക്കുക എന്നുകൂടി അഭ്യർത്ഥിക്കുന്നു. എല്ലാവർക്കും ഗുരുവായൂരപ്പൻ്റെയും ഗുരുനാഥന്മാരുടെയൊക്കെ അനുഗ്രഹം എന്നുമെന്നും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. നാരായണ 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 നാരായണ. ഹരേ രാമേതി കൃഷ്ണേതി നാമസങ്കീർത്തനം സദാ ലോകക്ഷേമായ കുറുവന്ദം കേശവം സദ്ഗുരും ഭജേ. സർവമംഗളമംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രംബകേ ദേവി നാരായണി നമസ്തുതേ. പത്മജാദ്യർച്ചിതം ദേവം പത്മജാ പ്രാണനായകം പത്മനാഭപുരാധീശം പത്മനാഭം നമാമ്യഹം. ശ്രീകൃഷ്ണായ പരമഗുരവേ നമോ നമഃ. ശ്രീകൃഷ്ണാർപ്പണമസ്തു.
ശ്രീ ഗുരുവായൂരപ്പാ ശരണം. നമസ്കാരം. ശ്രീമന്നാരായണീയം 26-ാം ദശകം നമ്മളിവിടെ മൂന്നാമത്തെ ശ്ലോകം സ്മരിച്ചു. 4-ാം ശ്ലോകത്തിലേക്ക് എത്തിച്ചേർന്നു. ഗജേന്ദ്രൻ്റെ അതിഗംഭീരമായ മനോഹരമായ കഥയാണ് നമ്മളിവിടെ ഭട്ടതിരിപ്പാടിൻ്റെ ശബ്ദത്തിലൂടെ കേട്ടുകൊണ്ടിരിക്കുന്നത്. നമ്മളെപ്പോഴും പറയാറുണ്ട് ഈ ദേശസ്നേഹം അല്ലെങ്കിൽ രാജ്യസ്നേഹം എന്നങ്ങനെ നമ്മൾ പറയാറുണ്ട്. നാഷണലിസം അത് വലിയ തെറ്റായിട്ടും പുച്ഛമായിട്ടും ആൾക്കാർ പറയണ സന്ദർഭങ്ങളുമുണ്ട്, സംഭവങ്ങളുമുണ്ട്. പക്ഷെ വാസ്തവത്തിൽ അതിൻ്റെ അടിസ്ഥാനം എന്താ? വാസ്തവത്തിൽ ജനനീ ജന്മഭൂമിശ്ച സ്വർഗാദപി ഗരീയസി എന്ന തത്വത്തിൽ നിന്ന് ഉണ്ടായ ശാസ്ത്രം, സനാതനധർമ്മം, അല്ലെങ്കിൽ ആ തത്വത്തിൽ വിശ്വസിക്കുന്ന ശാസ്ത്രം, അല്ലെങ്കിൽ ആ തത്വത്തിലേക്ക് നമ്മളെ ഓരോരുത്തരെയും എത്തിക്കുന്ന ശാസ്ത്രം, ഇങ്ങനെയൊക്കെ സനാതനധർമ്മത്തെ നമുക്ക് വിവക്ഷിക്കാം. എന്തുകൊണ്ടാണ് ജന്മഭൂമിക്ക് ഇത്രയധികം പ്രാധാന്യം? ജന്മഭൂമി ഓരോ ദേശത്തിന് ഓരോ ഭാവമുണ്ട്. നോക്കൂ, ഭാരതത്തിലേക്ക് വന്ന വിദേശികൾ, വൈദേശികരായിട്ടുള്ള ആൾക്കാർ ഭാരതം വിട്ടു പോകാൻ അത്രയ്ക്ക് വലിയ താല്പര്യമില്ല അവർക്ക്. നമുക്കറിയാം, ഇപ്പോൾ ജൂതന്മാരോ അല്ലെങ്കിൽ ആംഗ്ലോ ഇന്ത്യൻസ് എന്നൊക്കെ പറയുന്ന വകുപ്പുകളൊന്നും അവരൊക്കെ ഇവിടുത്തെ അഡ്രസ്സാണ് ഇഷ്ടപ്പെടുന്നത്. നേരെ മറിച്ച് ഭാരതീയൻ ലോകത്തിൻ്റെ ഏത് കോണിലുമുണ്ട്. പക്ഷെ അവൻ എത്രയും പെട്ടെന്ന് ഒരു തിരിച്ചുവരവാണ് ആഗ്രഹിക്കുന്നത്. ഒരു കാന്തിക ശക്തിയുണ്ട് ഈ ദേശത്തിന്. അപ്പോൾ ആ കാന്തിക ശക്തിക്ക് കാരണം സത്യത്തിൻ്റെ ഒരു വസ്തുതയാണ്. രവീന്ദ്രനാഥ ടാഗോറിൻ്റെ പ്രസിദ്ധമായിട്ടുള്ള വാക്കുണ്ട്, ട്രൂത്ത് ഈസ് ഹാർഡ് ബട്ട് വൺസ് ഇഫ് വി അറ്റാച്ച് ദ ട്രൂത്ത് വിത്ത് യുവർ ലൈഫ് ദാറ്റ് വിൽ നെവർ ലീവ് യു എന്ന് പറയുന്നത് അദ്ദേഹം. എന്നുവെച്ചാൽ സത്യം എന്നുള്ളത് വളരെ കഠിനമായിട്ടുള്ളൊരു വിഷയമാണ്. അദ്ദേഹത്തിൻ്റെ വാക്കാണ്. സത്യം എന്നുള്ളത് കഠിനമായിട്ടൊരു വിഷയമാണ്. കാരണം അത് എല്ലാവർക്കും കണ്ടെത്താനോ എല്ലാവർക്കും അനുഭവിക്കാനോ എല്ലാവർക്കും പറയാനോ സാധിക്കുന്നതല്ല. ബട്ട് വൺസ് യു അറ്റാച്ച്, ഒരിക്കൽ നിങ്ങൾ ആ സത്യത്തിനെ അറ്റാച്ച് ചെയ്തു വിത്ത് യുവർ ലൈഫ്, നിങ്ങളുടെ ജീവിതവുമായിട്ട് സത്യത്തിനെ അറ്റാച്ച് ചെയ്തുവെങ്കിൽ സത്യം നിങ്ങളെ വിട്ടുപോകില്ല എന്നാണ്. ദാറ്റ് വിൽ നെവർ ലീവ് യു. സത്യം നിങ്ങളെ വിട്ടുപോയില്ലാന്നാണ് അദ്ദേഹം പറഞ്ഞത്. അല്ലാണ്ട് നമ്മൾ സത്യത്തെ വിട്ടുപോയില്ല എന്നല്ല. ഈ ദേശത്തിൻ്റെ ഒരു പാരമ്പര്യം അല്ലെങ്കിൽ സംസ്കാരം അതാണ്. സത്യസ്വരൂപനായിട്ടുള്ള, കാരണം എല്ലാ സംസ്കാരങ്ങളുടെയും അമ്മയായിട്ട് ഈ ദേശത്തിന് പറയാറുണ്ട്. അപ്പോൾ ദേശത്തിന് പ്രാധാന്യമുണ്ടോ എന്നാണ് ചോദ്യം ആൾക്കാരുടെ. തീർച്ചയായിട്ടും ഉണ്ട്. ഞാൻ ഗുരുവായൂരുകാരനാണ്. ഗുരുവായൂർ എന്ന് ഞാൻ പറയുമ്പോൾ തന്നെ അപ്പം ചോദ്യം വരണത് അമ്പലത്തിൻ്റെ ഏത് ഭാഗത്തായിട്ടാ എന്നാണ് ചോദ്യം വരണത്. നോക്കൂ, അത് ഒരു പ്രത്യേക ഐഡൻറ്റിറ്റിയാണ്. അപ്പം ആ ദേശത്തിൻ്റെ പ്രത്യേകത അവിടുത്തെ ആത്മചൈതന്യവുമായിട്ട് നിറഞ്ഞു നിൽക്കുന്നതാണ്. ഇന്നത്തെ ഒരു പ്രത്യേക ദിവസം ഗാന്ധിജി ദാണ്ഡി യാത്ര നടത്തിയ ദിവസമാണ് ഇന്ന്. അദ്ദേഹം തുടങ്ങിയ ദിവസം സബർമതിയിൽ നിന്ന്. ഇന്ന് പ്രധാനമന്ത്രി അടുത്ത കൊല്ലത്തെ സ്വാതന്ത്ര്യദിനം, അതായത് 75-ാം വാർഷികം ആഘോഷിക്കാൻ വേണ്ടി 75 ആഴ്ചകൾ നീണ്ടു നിൽക്കുന്ന യാത്രകൾ യുവാക്കളുടെയും വിദ്യാർത്ഥികളുടെയും ഒക്കെ അദ്ദേഹം അഭ്യർത്ഥിച്ചിട്ടുണ്ട്. ആ ദാണ്ഡി യാത്ര ഇന്ന് ഫ്ലാഗ് ഓഫ് ചെയ്തു, ഉദ്ഘാടനം ചെയ്തു. ഗുജറാത്തിലെ സബർമതിയിൽ നിന്ന് ദാണ്ഡിയിലേക്കുള്ള യാത്രയാണ്.
ഇന്ന് 81 പേരാണ് പങ്കെടുക്കുന്നത്. അതിന് 75 ആഴ്ചകളിലായിട്ട് അത് ആഘോഷിച്ച് 2022 ആഗസ്റ്റ് 15 ആകുമ്പോഴേക്കും അതൊരു മഹോത്സവമായിട്ട് മാറ്റണം എന്നാണ് അദ്ദേഹം പ്രസംഗത്തിൽ പറഞ്ഞത്. ആ പ്രസംഗത്തിൽ അദ്ദേഹം വളരെ ആവേശഭരിതനായിട്ട് ഒരു 10-40 സ്വാതന്ത്ര്യ സേനാനികളുടെ പേരും ഒരു 10-15-20 ആധ്യാത്മിക ആചാര്യന്മാരുടെ പേരും ആ 40 മിനിറ്റ് പ്രസംഗത്തിൽ ഉണ്ടായി. ആവേശമായിരുന്നു. അതാണ് ഈ ഭൂമിയുടെ പ്രത്യേകത. അപ്പോൾ ദേശം എന്നുള്ളതിന് ദേശികമായിട്ടുള്ള ഒരു പ്രാധാന്യമുണ്ട്. നമ്മളൊരു ദേശത്ത് ജനിക്കുക എന്നുള്ളത് ആ ദേശത്തിൻ്റെ പ്രാധാന്യം കൊണ്ട് നമുക്ക് നല്ലതും ചീത്തയായിട്ടും ഭവിക്കാം. നമ്മൾ ദേശത്തുനിന്ന് മാറിയ കുലം, കുലത്തുനിന്ന് മാറിയ കുടുംബം എന്ന് കണക്കാക്കുന്ന ആൾക്കാരാണല്ലോ നമ്മൾ. ഇതിൻ്റെ വലിയൊരു ഭാവമാണ് കുടുംബം, കുലം, ദേശം, രാജ്യം, ഭൂമി എന്നുള്ളത്. അപ്പോൾ ആ ദേശത്ത് ജനിക്കുക എന്നുള്ള ഒരു വൈഭവം അത് കണക്കാക്കുന്നത് ഭാരതീയൻ മാത്രമേ ഉള്ളൂ. കാരണം ദേശീയത എന്നുള്ളത് മറ്റെല്ലാ രാജ്യങ്ങളിലും ഉണ്ടെങ്കിലും അമേരിക്കയെ പോലെയുള്ള വളരെ വലിയ ഇന്ത്യയുടെ 2 ഇരട്ടി 3 ഇരട്ടി ഉണ്ട് അമേരിക്ക. അവിടെ പോലും നാഷണൽ അമേരിക്കൻ എന്ന് പറയുന്ന ആൾക്കാർ വളരെ കുറച്ച് ആൾക്കാരേ ഉള്ളൂ. ഇന്നത്തെ തലമുറയിൽ കുറച്ച് ആൾക്കാർക്ക് സിറ്റിസൺഷിപ്പ് കൊടുത്തുവെങ്കിൽ അത്രയേ ഉള്ളൂ. അവിടുന്ന് പല ദിക്കിൽ നിന്ന്, പ്രത്യേകിച്ചും മെക്സിക്കോ അല്ലെങ്കിൽ നോർത്ത് അമേരിക്കയിൽ നിന്നും ആഫ്രിക്കയിൽ നിന്നും ഒക്കെ എത്തിച്ചേർന്ന ആൾക്കാരാണ് അവിടെ അമേരിക്കനായിട്ട് മാറിയത്. ഇത് തന്നെയാണ് ബാക്കി പല യൂറോപ്യൻ രാജ്യങ്ങളുടെയും അവസ്ഥ. അതുകൊണ്ടാണ് അവിടെയൊക്കെ സംസാരിക്കുന്ന ഭാഷ മിക്കവാറും സ്പാനിഷ് ആയത്, കോമൺ ആയത് പല രാജ്യങ്ങളിലും. അപ്പോൾ ഈ ഭാരതത്തിൽ മാത്രം നോക്കൂ, ഭാരതത്തിൽ ഏതാ ഭാഷ എന്ന് ചോദിച്ചാൽ ഭാരതത്തിലെ ഭാഷകൾ നമുക്ക് വിരലല്ല ഒരു ഡയറിയിൽ എഴുതി വയ്ക്കാൻ പറ്റില്ല ചിലപ്പോൾ. അത്രയധികം ഭാഷകൾ സംസാരിക്കുന്നു ഇവിടുത്തെ ആളുകൾ. അപ്പോൾ ഇവിടെ തന്നെ അത്ര വൈവിധ്യമുണ്ട് ഈ സ്വന്തം ഭൂമിയിൽ. പക്ഷേ ഒരു നാഷണൽ ഇൻറ്റഗ്രിറ്റി എന്നുള്ളൊരു വസ്തുതയും ഈ ദേശത്തിനുണ്ട്. അത് തീർച്ചയായിട്ടും നമ്മളുടെ സ്വാതന്ത്ര്യത്തിന് ശേഷം ലഭിച്ചതൊന്നുമല്ല. ത്യാഗരാജസ്വാമികളാവട്ടെ, കബീർദാസ് ആവട്ടെ, അല്ലെങ്കിൽ അതിനു മുമ്പുള്ള തലമുറയാവട്ടെ, ശങ്കരാചാര്യരാവട്ടെ, മാധവാചാര്യരാവട്ടെ, ഇനി അതിനു മുമ്പിലേക്ക് പോയാൽ സദാശിവ സമാരംഭാം വ്യാസശങ്കര മധ്യമാം എന്ന് പറയുന്ന രീതിയിലുള്ള, പ്രത്യേകിച്ച് കൃഷ്ണാവതാരത്തിന് ശേഷം ആണ് ഈ സംസ്കാരം ബലവത്തായി തുടങ്ങിയത്. ഇത്രയധികം വിഭിന്നമായിട്ടുള്ള ഭാഷകളോടും സംസ്കാരങ്ങളോടും കൂടിയ ഒരു സംസ്കാരം ഏറ്റവും പ്രബലമായിട്ട് അതിൻ്റെ നാഷണൽ ഇൻറ്റഗ്രിറ്റി എന്ന് പറയുന്ന രീതിയിലേക്ക് മാറാൻ കാരണം ഒരു പക്ഷേ ഭഗവാന്റെ സ്വയമുള്ള ഇറങ്ങിവരവായിരിക്കണം എന്നാണ് നമുക്ക് ചിന്തിക്കാൻ സാധിക്കുക. അപ്പോൾ അതിനു മുമ്പ് തന്നെ രാമാവതാരത്തിൽ ഭഗവാൻ പറഞ്ഞിരിക്കുന്നത് ഒരു ഡയലോഗാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. അത് ഇവിടുത്തെ സംസ്കാരമാണ്. അമ്മയായാലും മാതൃരാജ്യമായാലും എല്ലാറ്റിലും ശ്രേഷ്ഠമാണ്, സുഖം തരുന്നതാണെന്നല്ല അവിടെ ഭഗവാൻ പറഞ്ഞത്. ഗരീയസി, ഗരിമയുള്ളതാണ്, അഭിമാനിക്കാൻ പോകുന്നതാണ് എന്നുള്ളതാണ്. ഇതിൽ ഈ വൈദേശീയത കൂട്ടിച്ചേർത്തപ്പോഴാണ് ആകെ കലുഷിതമായതും നമ്മുടെ യുവതി യുവാക്കളിലൊക്കെ പല തെറ്റിദ്ധാരണകൾ ഉണ്ടാവുന്നതും സ്വാതന്ത്ര്യം എന്നുള്ളതിൻ്റെ ദുർവ്യാഖ്യാനങ്ങൾ ഉണ്ടാവുന്നതും ഒക്കെ അവിടെയാണ്. അപ്പോൾ നമ്മൾ ഏറ്റവും അധികം ചിന്തിക്കേണ്ട വസ്തുത ദേശത്തിൻ്റെ പ്രാധാന്യം. ഭൂമിയിൽ ഈ ദേശം എവിടെ നിൽക്കുന്നു, ഈ ദേശത്തിൻ്റെ പാരമ്പര്യം എന്ത് എന്നുള്ളതൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. ഇപ്പോൾ ഹ്യൂസ്റ്റൺ എന്നുള്ളത് അത് സിറ്റി സ്ഥാപിച്ച ആളുടെ പേരിലുള്ളതാണ്. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ സാംസൺ ഹ്യൂസ്റ്റൺ എന്നോ ഒക്കെയാണ് ആ ഹ്യൂസ്റ്റൺ സ്ഥാപിച്ച ആളുടെ പേര് എന്ന് തോന്നുന്നു. അവരത് വളരെ അഭിമാനത്തോടു കൂടി പറയുന്ന ആൾക്കാരാണ്. നമ്മളിവിടെ ഗാന്ധിനഗർ എന്ന് പേരിട്ടപ്പോൾ അതിൽ പോരായ്മ കാണുന്ന ആൾക്കാരാണ്. ഗാന്ധിജി ജനിച്ച സ്ഥലം എന്നുള്ള നിലയ്ക്ക്. അപ്പോൾ ആ അയോധ്യ എന്ന് പറയുമ്പോൾ നമുക്കൊരു പോരായ്മ. ഫൈസാബാദ് ആകുമ്പോൾ അതൊരു മതേതരത്വം,
അയോധ്യ എന്ന് പറയുമ്പോൾ വർഗീയത എന്നൊക്കെ പറയുന്നത് നമ്മളുടെ അറിവില്ലായ്മയാണ്, പക്വതയില്ലായ്മയാണ്, ചിന്താഗതിയിലുള്ള ക്രൂരതയാണ്. ആ ക്രൂരത വരാൻ കാരണം അജ്ഞാനം കൊണ്ടാണ്. അജ്ഞാനമാണ് നിങ്ങളെ ക്രൂരനാക്കുന്നത്. അപ്പോൾ ആ ജ്ഞാനം നേടിക്കഴിഞ്ഞാൽ ക്രൗര്യം മാറും. ശക്തമായി ഞരമ്പൊക്കെ വലിഞ്ഞ് കയ്യൊക്കെ ഉയർത്തി മുട്ടി ചുരുട്ടി ആകാശത്തേക്ക് ഇടിച്ച് സിന്ദാബാദ് വിളിച്ചിരുന്ന ആൾക്കാരാണ് പിൽക്കാലത്ത് സന്യാസിമാരായിട്ടുള്ളത്. ആധ്യാത്മിക ബന്ധാവിൽ മാറി അവർ ബാലൻസ്ഡായിട്ട് ജീവിക്കാൻ തുടങ്ങുന്നത്. ഇതൊരു ഒരു സ്വഭാവമാണ്. പക്ഷേ ഈ സംസ്കാരം ഈ സ്വഭാവം മോസ്റ്റ്ലി നമുക്ക് കാണാൻ സാധിക്കുന്നത് ഭാരത പുണ്യഭൂമിയിൽ മാത്രമാണ്. അപ്പോൾ ഈ ദേശത്തിൻ്റെ പ്രാധാന്യം എന്ന് ചിന്തിക്കുന്ന സ്വഭാവം ഭട്ടതിരിപ്പാടിൻ്റെ കാലത്ത് തന്നെ ഉണ്ടായിരുന്നു. ആ ദേശമഹിമ, നേരത്തെ പറഞ്ഞ ഇൻറ്റഗ്രിറ്റി, അങ്ങനെ ചിന്തിക്കുന്ന ഒരു സ്വഭാവം ഭട്ടതിരിപ്പാടിൻ്റെ കാലത്ത് തന്നെ ഉണ്ടായിരുന്നു. ഒരാൾ ജനിച്ച് ആ ആളുടെ സ്വഭാവത്തിന് കാരണമാകുന്നത് തീർച്ചയായിട്ടും ആ ദേശത്തിൻ്റെ അന്തരീക്ഷത്തിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു ക്യാരക്ടറാണ്. അതാണ് അയാളുടെ ക്യാരക്ടറായിട്ട് മാറുന്നത്. നമ്മൾ ഇന്ത്യക്കാരെവിടെ പോയാലും വളരെ അഡ്ജസ്റ്റ് ചെയ്ത് വളരെ സഹന ശക്തിയോടുകൂടി മറ്റുള്ളവരുമായിട്ട് ഇടപഴകി ജീവിക്കുന്നവരാണ്. അവരിവിടെ വന്ന, അതാണല്ലോ ഇപ്പോൾ ഇത്ര കാലം ബ്രിട്ടീഷുകാർ ഭരിക്കാൻ കാരണം. അവരിവിടെ വന്ന് നമ്മളെ പറ്റിക്കുകയാണ് ചെയ്യുന്നത്. നമ്മളുടെ ഈ സഹനശക്തിയെയും ആതിഥ്യ മര്യാദയെയും ഒക്കെ മിസ്യൂസ് ചെയ്ത് നമ്മൾ തന്നെ സ്വയം അടിമകളായിട്ട് മാറുന്ന ഒരവസ്ഥയാണ് ഭാരതത്തിൽ ഇതുവരെ കാണുന്നത്. ഇന്ന് ഭാരതം ആദരിക്കപ്പെടുന്നത് ഇതിൻ്റെ മഹത്തായ സംസ്കാരം ചൊല്ലിയാണ്. ഇന്ന് ഈ പറയുന്ന സമയത്ത് ക്വാഡ് എന്ന ദേശീയ സംവിധാനത്തിൻ്റെ, അന്തർദേശീയ സംവിധാനത്തിൽ നമ്മുടെ പ്രധാനമന്ത്രി, അമേരിക്കൻ പ്രസിഡന്റ് തുടങ്ങിയ ആൾക്കാർ സംസാരിക്കുന്ന സമയത്താണ് ഇപ്പോൾ ഞാൻ നിങ്ങളെ റെക്കോർഡ് ചെയ്യണത്. ക്വാഡിൽ. അപ്പോൾ ഭാരതത്തിന് ഈ മാറ്റത്തിന് കാരണം രവീന്ദ്രനാഥ ടാഗോർ പറഞ്ഞ സത്യത്തിൻ്റെ കാഠിന്യാവസ്ഥയാണ്. ആ സത്യം ഒരിക്കൽ നമ്മൾ സ്വന്തമാക്കി കഴിഞ്ഞാൽ പിന്നീട് ആ സത്യം നമ്മളെ വിട്ടുപോവില്ല എന്നുള്ള റിയാലിറ്റിയാണ്. സത്യത്തെ നമ്മൾ സ്വീകരിക്കുകയാണ് ജീവിതത്തിലേക്ക്. പിന്നെ ജീവിതം സത്യമാവും, ജീവിതത്തിൻ്റെ സ്വഭാവം സത്യമായിട്ട് ഭവിക്കും. ഇവിടെ സത്യം എന്നുള്ളത് ഭാരതീയ സംസ്കാരത്തിൽ എന്താണ് വാസ്തവത്തിൽ? ഈശ്വരത്വം. സത്യം പരം ധീമഹി സത്വ ചിത്ത ആനന്ദം എന്നൊക്കെ നമ്മൾ പറയുന്ന, ആധ്യാത്മികമായിട്ട് അതിനെ വിവക്ഷിക്കുന്നത് ഈശ്വരൻ എന്ന ഭാവത്തിലാണല്ലോ. അപ്പോൾ ഈശ്വരീയതയെ, ആ ഈശ്വരത്വത്തെ നമ്മൾ കാണുന്ന രീതി സത്യമായിട്ടാണ്. സത്യം എന്നാണ് ഈശ്വരത്വത്തെ പറയാം നമ്മൾ. ആ സത്യത്വം നമ്മളെ പിടികൂടിയാൽ, ഇനി സത്യത്തെ നമ്മൾ കണ്ടെത്തിയാൽ, ആ സത്യം നമ്മളെ വിട്ടുപോവില്ല എന്ന് കണ്ടെത്താൻ ഭാരതീയർക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ. അപ്പോൾ ആവേശം, ദേശം എന്നുള്ളതിൻ്റെ ആവേശം, ഇവിടുത്തെ നമ്മുടെ പ്രത്യേകത എന്താ? നമ്മുടെ ദേശത്തെ മാത്രമല്ല നമ്മൾ അംഗീകരിക്കുന്നത്. വസുധൈവ കുടുംബകം എന്ന ഭാവനയുള്ള ഒരു സംസ്കാരമാണ് നമ്മളുടെ. ഇവിടെ നമ്മുടെ സംസ്കാരത്തെയും നമ്മുടെ ദേശത്തെയും മാത്രമല്ല നമ്മൾ അംഗീകരിക്കുന്നത്. ഏത് ദേശത്തെയും നിങ്ങളെ ഒരാൾ ബഹുമാനിക്കുമ്പോഴാണ് നിങ്ങൾക്ക് ആ വ്യക്തിയോട് ബഹുമാനം തോന്നുന്നത്. ഇത് ഒരു പ്രകൃതി നിയമമാണ്. ഒരാൾ നിങ്ങളെ ബഹുമാനിക്കണമെങ്കിൽ നിങ്ങൾ ആ ആളെ ബഹുമാനിക്കണം. റെസ്പെക്റ്റ് ആൻഡ് മണി ഗിവ് ആൻഡ് ടേക്ക് എന്നാണ് ഒരാൾ പറഞ്ഞിരിക്കുന്നത്. കൊടുത്താൽ കിട്ടുക എന്നുള്ളതാണ് റെസ്പെക്റ്റ് ആയാലും പൈസ ആയാലും സംഭവിക്കുന്നത്. അപ്പം കൊടുത്താൽ കിട്ടുന്ന ആ ഒരു വൈഭവം നമ്മൾ ഏത് രാജ്യത്ത് പോയാലും, കാനഡയിലായാലും അമേരിക്കയിലായാലും, ആ രാജ്യക്കാരൊക്കെ ഒരു പക്ഷേ നമ്മളെ വെറുക്കുന്നുണ്ടാവും. ഇനി ശത്രു രാജ്യത്താണെങ്കിൽ പോലും, ശത്രു രാജ്യമെന്ന് നമ്മൾ പറയുന്നു എന്നേ ഉള്ളൂ.
നമ്മളെ സംബന്ധിച്ചിടത്തോളം അവരെ സഹോദരന്മാരായിട്ട് കാണുന്ന ആൾക്കാരാണ്. സാഹോദര്യം അവർ മിസ്യൂസ് ചെയ്യുമ്പോൾ, ദുരുപയോഗം ചെയ്യുമ്പോൾ നമ്മൾ പ്രതികരിക്കുന്നു, നമുക്ക് ദോഷം വരാതിരിക്കാൻ. അതൊരു ഡിഫൻസ് മാത്രമാണ്. അപ്പോൾ ഏത് സംസ്കാരത്തിലും ചേർന്ന് ലയിച്ചു പോകാനും ആ സംസ്കാരത്തിലൊരാളാവാനും ആ ദേശത്തെ മാനിക്കാനും ഈ ദേശത്തുള്ളവർക്കുള്ള പ്രത്യേക കഴിവുണ്ട്. അപ്പോൾ ആ ഭാവത്തിലാണ് ഭട്ടതിരിപ്പാടിൻ്റെ നാരായണീയമായാലും ശരി, ദുബായിൽ നാരായണീയ സപ്താഹമുണ്ട്, അമേരിക്കയിൽ നാരായണീയ ക്ലാസ് എടുക്കുന്ന ആൾക്കാരെ എനിക്കറിയാം, കാനഡയിൽ ഉണ്ട്. സോ അവിടെയുള്ള ആളുകളെ ഇത് പഠിപ്പിക്കുക എന്നുള്ളത് ഒരു കൺവെർട്ടിംഗ് രീതിയിലല്ല, കൺവെർട്ടിംഗ് ദെയർ ആറ്റിറ്റ്യൂഡ് എന്ന രീതിയിലാണ്. പൊതുവെ ഇന്ത്യ എന്ന് പറഞ്ഞാൽ, ഭാരതം എന്ന് പറയുമ്പോൾ ആളുകൾക്ക് ഉണ്ടാവുന്നത് ഒരു അടിമത്തം, ഒരു ഭീരുക്കൾ, സാധുക്കൾ. ആ ഒരു ആറ്റിറ്റ്യൂഡ് മാറ്റാനാണ് നമ്മളുടെ ശാസ്ത്രങ്ങൾ നമ്മളവരെ പഠിപ്പിക്കുന്നത്, അല്ലെങ്കിൽ അതിനു വേണ്ടി ആയിരിക്കണം നമ്മളെ പഠിപ്പിക്കുന്നത്, ആ ശാസ്ത്രത്തെ പഠിപ്പിക്കുന്നത്. ആ ശാസ്ത്രം അവർ വേണ്ട രീതിയിൽ മനസ്സിലാക്കുമ്പോൾ, പഠിക്കുന്നവൻ മനസ്സിലാക്കുമ്പോൾ അവർക്ക് ബോധ്യപ്പെടുന്നു ഇവിടുത്തെ താടി വെച്ച ആളുകൾ കേവലം പ്രാകൃതന്മാരല്ല, അവരെ പോലെ പരിഷ്കാരികൾ, സിവിലൈസ്ഡ് ആയിട്ടുള്ള ആൾക്കാർ മറ്റൊരാളില്ല. ചിന്തയിൽ ആ സിവിലൈസേഷൻ അത് ഭാരതത്തിൻ്റെ പ്രത്യേകതയാണ്. അപ്പോൾ ഇവിടുത്തെ സംസ്കാരത്തിൽ നിന്ന് പോയ, നോക്കൂ, സംസ്കൃതം ജർമ്മനിയിൽ കമ്പ്യൂട്ടറിൽ ഉപയോഗിക്കാൻ തുടങ്ങിയിരിക്കുന്നു പല രാജ്യങ്ങളിലും. ഇപ്പോൾ അടുത്ത അബുദാബിയിലടക്കം അങ്ങനെ ഉണ്ടായെന്ന് കേട്ടു, കമ്പ്യൂട്ടറിൽ ഉപയോഗിക്കുന്നു. അത് സംഭവിക്കുന്നു. അത് നമ്മളുടെ ഭാഷയാണത്. ഭാരതീയ സംസ്കാരത്തിൻ്റെ പ്രതീകമാണ് സംസ്കൃതം എന്ന് നിഷേധിക്കാൻ ആർക്കും സാധിക്കില്ല. ജർമ്മനിയിൽ നിന്നോ അമേരിക്കയിൽ നിന്നോ ഒരു സംസ്കൃത കാവ്യം ഇതേവരെ ഉണ്ടായിട്ടില്ല. മാക്സ് മുള്ളറെ പോലുള്ള ആൾക്കാർ ഇവിടുന്ന് മോഷ്ടിച്ച് പോയതാണെന്ന് അവർ തന്നെ സമ്മതിക്കുന്നുണ്ട്, വേദങ്ങളായാലും സംസ്കൃതമായാലും. നമ്മൾ ഈ ഭാഷ കൊണ്ട് നോക്കിയാലും ഈ സംസ്കാരം, അതുകൊണ്ടാണ് ഇത് ആദ്യത്തെ സംസ്കാരമാണെന്ന് പറയാൻ കാരണം, അവസാനിക്കാത്ത സംസ്കാരമാണെന്ന് പറയാൻ കാരണം. കാരണം ആത്മാൻ ക്ഷേത്രജ്ഞ ആശ്രയ അവിക്രിയ സ്വദൃഗ്ഘേതുർ വ്യാപകോസംഖ്യനാവൃത എന്ന് ഉപദേശിക്കാൻ ഭാരതീയർക്ക് മാത്രമേ സാധിക്കുള്ളൂ. ആത്മാഹ്യേക സ്വയം ജ്യോതി നിത്യോന്യോ നിർഗുണോ ഗുണൈഹി. ഇങ്ങനെയൊക്കെ ആത്മാവിനെ നിർവചിച്ചിരിക്കുന്നത് നമ്മുടെ ആചാര്യന്മാരാണ്. ഇതിന് അവസാനമില്ല, സത്യത്വമേ ഉള്ളൂ. സത്യമായിട്ട്, സത്യത്തിന് എവിടെയാണ് അവസാനം, സത്യത്തിന് എവിടെയാണ് തുടക്കം, സത്യത്തിന് എവിടെയാണ് മധ്യം? അപ്പോൾ ഈ ഭാവത്തിലാണ് നമ്മളെല്ലാം പരിശീലിച്ചിരിക്കുന്നത്. ഇത് കണ്ടെത്തിയ അല്ലെങ്കിൽ ആചാര്യന്മാരാണ് നമ്മുടെ പൂർവികർ. അപ്പോൾ അവിടെ ഈ കഠിനമായിട്ടുള്ള സത്യത്തിൻ്റെ സ്പർശം, അത് നിങ്ങളെ കുട്ടിക്കാലത്തൊക്കെ വളരെ ലിബറലിസത്തിലൂടെയോ അല്ലെങ്കിൽ വളരെ റിബലിസത്തിലൂടെയോ ഒക്കെ ചിന്തിച്ച് അവസാനം 10-40 വയസ്സ് വരെ ചിലപ്പോൾ മാറി ചിന്തിച്ച് ജീവിച്ചാലും തിരിച്ചിതിലേക്ക് വരുന്നത് ആ സത്യത്തെ നിങ്ങൾ ഒരിക്കൽ തൊട്ടിരുന്നു എന്നുള്ളതുകൊണ്ടാണ്. സത്യസ്പർശം. കുട്ടിക്കാലത്ത് അമ്പലത്തിൽ പോയി അച്ഛൻ്റെ അമ്മയുടെ നിർബന്ധത്തിൽ മുൻപിലിരുന്ന് സത്താഹോ നാമജപോ ഒക്കെ ചെയ്തു കേട്ടു എന്നുള്ളതുകൊണ്ടാണ്. അത് തന്നെയാണ് പ്രഹ്ലാദൻ്റെ കഥയിലൂടെ നമ്മൾ കഴിഞ്ഞ ദശകം വരെ കേട്ടത്. ഇപ്പം ദേശത്തിൻ്റെ പ്രാധാന്യമാണ് ത്രികൂടപർവ്വതത്തിനെ കുറിച്ച് ഭട്ടതിരിപ്പാട് ഇതിൽ പറയണത്. ദേശപ്രാധാന്യം കൊണ്ട് ഗജേന്ദ്രൻ മഹാനായി എന്നാണ്. ചന്ദനാദ്രൗ കഥാചിൽ എന്ന് ആദ്യം പറഞ്ഞു കഴിഞ്ഞു. ചന്ദനാദ്രിയിൽ ഒരിക്കൽ, ആ ചന്ദനാദ്രിയിൽ തന്നെ പിന്നീട് വന്ന് പിറക്കാനും അദ്ദേഹത്തിന് ഭാഗ്യമുണ്ടായി. അത് മലയപർവ്വതം എന്ന് പറയുന്നുവെങ്കിൽ ഇത് ത്രികൂടപർവ്വതം, ഇത്രേ വ്യത്യാസമുള്ളൂ. ത്രികൂടപർവ്വതത്തിൽ വന്ന് പിറന്നത്, ത്രികൂടപർവ്വതം എവിടെയാണ് സ്ഥിതി ചെയ്യണത്? ദുഗ്ധാംബോധേർമധ്യഭാജി ത്രികൂടേ. ദുഗ്ധാംബോധിയുടെ മധ്യത്തിൽ.
പാലാഴിയുടെ മധ്യത്തിൽ എന്നുള്ളതിൻ്റെ പ്രാധാന്യം ലോകത്തിൽ വേറെ എവിടെയുള്ളത്? പാലാഴി എന്നുള്ളത് ആനന്ദസാഗരമാണ്, ആനന്ദാബ്ധിയാണ്. അപ്പം പാലാഴി എന്ന ആനന്ദസാഗരത്തിൻ്റെ നടുക്കിൽ വർത്തിക്കുന്ന മധ്യഭാഗി, നടുക്കിൽ വർത്തിക്കുന്ന ത്രികൂടപർവ്വതം. അപ്പോൾ ആ ത്രികൂടപർവ്വതത്തിൽ ജീവിക്കുക, വിഹരിക്കുക, ത്രികൂടപർവ്വതത്തിൻ്റെ അടിയിൽ വെച്ച് തന്നെ മുതല പിടിക്കുക, ഇതൊക്കെ ദേശത്തിൻ്റെ മഹിമയായിട്ട് ഭട്ടതിരിപ്പാട് ഇവിടെ പറയുന്നുണ്ട്. അതുതന്നെയാണ് ഞാൻ ഇത്രയും നേരം നിങ്ങളെല്ലാവരും വിചാരിച്ചിട്ടുണ്ടാവും ഇയാൾ എന്തായി പറഞ്ഞുകൊണ്ടിരിക്കണത് എന്ന്. ദേശപ്രാധാന്യം പറഞ്ഞതാണ്. ത്രികൂടം ഭാരതത്തിലാണോ? പാലാഴി ഭാരതത്തിലാണോ? ഭാരതത്തിന് മഹിമ പറഞ്ഞു എന്ന് മാത്രം. ഓരോ ദേശത്തായാലും ഏത് ദേശത്തായാലും ഒരു വ്യക്തിക്ക് ആ ദേശവുമായിട്ടുള്ള പൂർവ്വബന്ധം കൊണ്ടാണ് ആ ദേശത്തിൽ വന്ന് പിറക്കുന്നത്. പൂർവ്വകർമ്മം കൊണ്ട് കർമ്മത്തിൻ്റെ ബന്ധം കാരണവും ഒരു ദേശത്തിൽ വന്ന് പിറക്കാം. അപ്പോൾ ദേശപ്രാധാന്യം, ദേശമഹിമ, ആ ദേശമഹിമ കൊണ്ടാണ് ഒരു വ്യക്തി ഒരു നാടിനെ പ്രതിനിധീകരിക്കുകയാണ്. ആ നാടിനെ പ്രതിനിധീകരിക്കുന്നതിലൂടെ ആ നാടിൻ്റെ സംസ്കാരത്തെയാണ് അയാൾ പ്രതിനിധീകരിക്കുന്നത്. ഇന്ന് മലയാളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മുഖ്യമന്ത്രിയെ മറ്റു മന്ത്രിമാരെയോ ഒന്നല്ല ആൾക്കാരെ അറിയണത്. മലയാളികളിൽ ഇന്ന് ഏറ്റവും പ്രഥമ ഗണനീയൻ മെട്രോമാൻ ക്യാരക്ടർ കൊണ്ടും മറ്റും അദ്ദേഹം തന്നെയാണ് ഏറ്റവും ശ്രദ്ധ പിടിച്ച് പറ്റിയ ആൾ. പിന്നെ വല്ല മോഹൻലാലോ സുരേഷ് ഗോപിയോ. ഇങ്ങനെ ഒരു നാടിനെ പ്രതിനിധാനം ചെയ്യുമ്പോൾ അയാൾ ആ സംസ്കാരത്തെയാണ് പ്രതിനിധാനം ചെയ്യുന്നത്. ബിക്കോസ് ആ നാട്ടിലായതുകൊണ്ടാണ് അയാൾക്ക് ആ സ്വഭാവം ഉണ്ടായത്, ആ നാട്ടുകാരനായതുകൊണ്ടാണ്. ആ നാട്ടുകാരനായതുകൊണ്ട് എന്തുകൊണ്ടാണ് അയാൾക്ക് ആ സ്വഭാവം ഉണ്ടായതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ നാടിൻ്റെ നേരത്തെ പറഞ്ഞ അന്തരീക്ഷത്തിൽ നിൽക്കുന്ന സംസ്കാരം അത് അയാളെ സ്വാധീനിക്കും. ആ സത്യത്വം അത് അയാളെ സ്വാധീനിക്കും. അത് പ്രകാരമാണ് അദ്ദേഹം ജീവിക്കുക, അത് പ്രകാരമാണ് അദ്ദേഹം ചിന്തിക്കുക, അത് പ്രകാരം മാത്രമാണ് അദ്ദേഹത്തിൻ്റെ പ്രവൃത്തി. ഈ 3 ഘട്ടങ്ങളും ആ ദേശത്തെ പ്രതിനിധീകരിക്കുന്ന ഒരു വസ്തുതകളാണ്. ചിന്ത, കർമ്മം, അതുപോലെ ജീവിതം, ജീവിതശൈലി എന്നർത്ഥം, ജീവനം എന്ന് പറയാം. നമ്മൾ കാര്യം പറയും, പാമ്പിനെ തിന്നുന്ന നാട്ടിൽ ചെന്നാൽ നടുക്കണ്ടം തിന്നണം എന്നൊക്കെ പറയും മലയാളികൾ. അത് മലയാളികളുടെ ഒരു ടാക്റ്റിക്കാണ്, അത്രേ ഉള്ളൂ. വാസ്തവത്തിൽ വേറൊരു ദേശത്തും അത് കാണാൻ സാധിക്കില്ല. ഈ ചിന്താഗതി, ഈ ടാക്റ്റിക് അവർക്ക് അവരുടെ സ്റ്റൈലിലേ ജീവിക്കാൻ പറ്റുള്ളൂ, അവർക്ക് അവരുടെ സംസ്കാരത്തിലേ ജീവിക്കാൻ പറ്റുള്ളൂ. മറ്റൊരു സംസ്കാരത്തിലേക്ക് ഇഴുകിച്ചേരാനുള്ള ശക്തി അവരുടെ ദേശത്തെ അന്തരീക്ഷത്തിൽ ഇല്ല. ഇംഗ്ലീഷിൽ പറഞ്ഞാൽ എൻ്റർടൈൻ ചെയ്യാനുള്ള ശേഷി, ആരെയും എൻ്റർടൈൻ ചെയ്യാനുള്ള ശേഷി എല്ലാവർക്കും ഇല്ല. യൂറോപ്യൻ രാജ്യങ്ങളിൽ ഭൂരിഭാഗം, നിങ്ങളൊക്കെ പോയിട്ടുള്ള ആൾക്കാരാവട്ടോ, വിരലിലെണ്ണാവുന്ന 1-2 രാജ്യമേ ഈ പറഞ്ഞ പോലെ എൻ്റർടൈൻ ചെയ്യുന്ന ആൾക്കാരുള്ളൂ. പിന്നെയൊക്കെ ഈ അവിടുത്തെ ആൾക്കാരുമായിട്ട് ഇടപഴകി അവർ മറ്റൊരാളെ എൻ്റർടൈൻ ചെയ്യില്ല. അവർ അങ്ങനെയുള്ള സംസ്കാരമുള്ള രാജ്യങ്ങളാണ്. ഭേദം നേരത്തെ പറഞ്ഞ അമേരിക്ക തന്നെയാണ്. അപ്പോൾ എന്തിനാണ് ഇങ്ങനെ പറയണതെന്ന് വെച്ച് കഴിഞ്ഞാൽ, എനിക്ക് ആരോടും വിരോധം ഉണ്ടായിട്ടൊന്നുമില്ല. ഇവിടെ ഇപ്പോൾ ഏറ്റവും ഭേദം ഉള്ള രാജ്യം ഏതാ ഈ ഗ്ലോബിൽ എന്ന് ചോദിച്ചാൽ, ഇന്നെല്ലാവരും ഒരു സ്വരത്തിൽ പറയും അത് ദാറ്റ്സ് ഇന്ത്യ എന്ന് പറയും. ഭാരതമാണ് ഇന്ന് ഏറ്റവും അനുയോജ്യമായ, ജീവിക്കാൻ അനുയോജ്യമായ സ്ഥലമെന്ന് ആരും പറയും. പൊളിറ്റിക്കലി, സോഷ്യലി, എക്കണോമിക്കലി, എങ്ങനെ നോക്കിയാലും അതിൻ്റെ, അല്ലെങ്കിൽ ബൈ ദ എക്കണോമി എന്നർത്ഥം. എക്കണോമിക്കലി എന്നുള്ളതും ആണ്. ഇനി ഇതിൻ്റെ എക്കണോമിക് ക്യാരക്ടർ നോക്കിയാലും, ക്യാരക്ടർ ഓഫ് എക്കണോമി, ഇത് നോക്കിയാലും ഭാരതം തന്നെയാണ് ഏറ്റവും സേഫായിട്ടുള്ളതെന്ന് ആൾക്കാർ പറയുന്നു. എന്ന് വെച്ചാൽ നമുക്ക് ലോകത്തിലെ ബാക്കി 500 കോടി ആൾക്കാരെ നമുക്ക് ഇങ്ങോട്ട് കൊണ്ടുവരാൻ സാധിക്കും? അതില്ല. അപ്പോൾ ഈ ലോകത്തിൻ്റെ
കേന്ദ്രബിന്ദുവായിട്ട് വർത്തിക്കുന്ന ഈ രാജ്യത്തിൻ്റെ സംസ്കാരം ഒരാൾ ഒരു ദേശത്തേക്ക് മാറി പോകുമ്പോൾ അയാളിലൂടെ ഈ രാജ്യത്തെയാണ് അവിടെ ഉള്ളവർ വീക്ഷിക്കുന്നത്. അപ്പോൾ ത്രികൂടപർവ്വതത്തിൽ ഗജേന്ദ്രൻ വന്ന് താമസിച്ചു. ഇനി നോക്കൂ, ഗജേന്ദ്രൻ്റെ കാല് പിടിച്ച ദുഷ്ടനാണെന്ന് നമ്മൾ കരുതുന്ന ആ മുതല അദ്ദേഹവും അല്ലെങ്കിൽ അവനും ഇതേ ത്രികൂടത്തിൽ തന്നെയാണേ. അപ്പോൾ അയാൾക്കും ഭാഗ്യമില്ലേ? തീർച്ചയായിട്ടും ഉണ്ട്. വീരപ്പനും ദാവൂദ് ഇബ്രാഹിമും ഒക്കെ ഭാരതത്തിൽ തന്നെയാണ് ഇതുമല്ല. അപ്പോൾ അവർക്കുണ്ട് ഭാഗ്യം. അവർക്ക് ആ ഭാഗ്യം മനസ്സിലാവണില്ല എന്നേ ഉള്ളൂ. ആ ഭാഗ്യം മനസ്സിലാക്കണമെങ്കിൽ ഭഗവാൻ വന്ന് ചിലപ്പോൾ ചക്രം കൊണ്ട് കഴുത്തെടുക്കേണ്ടി വരും. അപ്പം ദേശത്തിൻ്റെ പ്രാധാന്യം ആണ് ഗജേന്ദ്രൻ്റെ ഈ മഹിമയ്ക്ക് കാരണം എന്ന് ഈ ശ്ലോകത്തിൽ വളരെ വ്യക്തമായി, വൃത്തിയായി, ക്ലിയറായി ഭട്ടതിരിപ്പാട് പ്രസ്താവിക്കുന്നുണ്ട്. പാലാഴിയുടെ നടുക്കിലുള്ളത് എന്ന ആനന്ദ അംബോധിയുടെ നടുക്കിലുള്ള ഒരു ദേശം എന്നുള്ള നിലയ്ക്ക് ത്രികൂടം ഏറ്റവും ശ്രേഷ്ഠമായി തീർന്നു എന്നും അതിലുള്ള ഇത്തരം മൃഗങ്ങളുടെയും ഈ ഗജേന്ദ്രൻ്റെ പ്രത്യേകിച്ചും കാരണം അദ്ദേഹം ചെയ്ത പൂർവ്വകർമ്മത്തിൻ്റെ ഫലമായിട്ട് ഈ ത്രികൂടത്തിൽ വന്ന് പിറക്കാൻ സാധിച്ചു. സ്വേനസ്ഥാംനാ ദിവ്യദേശത്വശക്തിയ. സ്വേനസ്ഥാപ്ന എന്ന് വെച്ചാൽ സ്വന്തം ശക്തിയാൽ, സ്ഥാമ എന്ന് വെച്ചാൽ ശക്തി, പ്രഭാവം എന്നുള്ളർത്ഥം കണക്കാക്കിയാൽ മതി. സ്വേനസ്ഥാംന അദ്ദേഹത്തിൻ്റെ പ്രഭാവം, ശക്തി. പിന്നെ ഒരു കാര്യം കൂടി, അദ്ദേഹത്തിന് അനുകൂല ഘടകം ഉണ്ടായിരുന്നു എന്ന് പറയുകയാണ്. അപ്പം നമ്മുടെ ചിന്താഗതിയാണ് അവിടെ പ്രസരിക്കണത് അല്ലെങ്കിൽ പ്രതിഫലിക്കണത്. ദിവ്യദേശത്വ ശക്തിയാന്നുള്ള ചിന്താഗതി മറ്റൊരു കൃതിയിലും ചിലപ്പോൾ കാണില്ല. നിങ്ങൾ ആരെ പഠിച്ചാലും ഇതുപോലെ ഭാരതീയ ആചാര്യന്മാർ പറയുന്ന പോലെ ദേശശക്തിയെ മനസ്സിലാക്കുന്ന ആചാര്യന്മാർ വേറെ ഉണ്ടാവില്ല. അപ്പോൾ ദിവ്യ ദേശത്വ ശക്തിയാന്നുള്ള ഒരു ക്രൈറ്റീരിയ, അങ്ങനെയൊരു ഫാക്ടർ, അത് ഭാരതീയ സംസ്കൃതിയിലുള്ളവർ മാത്രമേ സംസാരിക്കുള്ളൂ. ദിവ്യദേശത്വ ശക്തിയാ, ദിവ്യദേശത്വമാണ്. ദിവ്യദേശം എന്ന് വെച്ചാൽ പാലാഴി ആണ്. ആ പാലാഴിയുടെ ദേശശക്തി കൊണ്ട്, ദേശീയത കൊണ്ട് കൂടി ഗജേന്ദ്രൻ നല്ല പ്രഭാവിയായിരുന്നു എന്ന് പറയാം. സോയം ഖേദാൻ അപ്രജാനൻ കഥാചിൽ. ഇവൻ ഖേദാൻ അപ്രജാനൻ എന്ന് വെച്ചാൽ ദുഃഖങ്ങളൊന്നും അദ്ദേഹം അറിഞ്ഞിട്ടില്ല. ഖേദങ്ങളെ അറിയാത്തവൻ, അപ്രജാനൻ, അറിയാത്തവൻ. ഒരിക്കലും ഖേദത്തെ അദ്ദേഹം അറിഞ്ഞിട്ടില്ല എന്ന് വെച്ചാൽ വളരെ സന്തോഷമായിട്ട് വിഹരിക്കുക തന്നെയാണ്. ഇന്നലെ പറഞ്ഞല്ലോ അത്. അത്തരത്തിൽ പിടിയാനകളുടെ കൂട്ടത്തിൽ വശാഭി, പിടിയാനകളുടെ കൂട്ടത്തിൽ കൂടി ലസിച്ച് മതിച്ച് നടിച്ച് ആഘോഷിച്ച് ആഹരിച്ച് വിഹരിച്ച് ജീവിക്കുകയായിരുന്നു ഗജേന്ദ്രൻ. അപ്പം ഖേദാനപ്രജാനൻ, ഇത് ഗൃഹസ്ഥന്മാരുടെ കാര്യത്തിലും സംഭവിക്കും. നല്ല കുടുംബത്തിൽ പിറക്കുക, നല്ല സമ്പത്തുള്ള കുടുംബത്തിൽ പിറന്ന് സമ്പത്ത് കൊണ്ട് വിഹരിച്ച് ഖേദങ്ങളെയൊന്നും അറിയാതെ അച്ഛനമ്മമാർ വളർത്തി. അപ്പോൾ ഈ സന്തോഷം മാത്രം അനുഭവിക്കുന്ന ഒരാൾക്ക് പെട്ടെന്ന് ദുഃഖം വരുമ്പോൾ, സമ്പത്ത് മാത്രം അനുഭവിച്ചതിന് ഒരിക്കൽ ആപത്ത് വരുമ്പോൾ കോൺഫ്രണ്ടേഷൻ എന്നുള്ളത് ചിലപ്പോൾ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അവിടെ അദ്ദേഹത്തിന് ലേശം ബുദ്ധിമുട്ടുണ്ടായിരിക്കും. കാരണം അതുമായിട്ട് യോജിച്ച് പോകാൻ. ഇവിടെ ഖേദാനപ്രജാനൻ എന്നുള്ളിടത്ത് കോമ, കഥാചിൽ നിന്ന് അടുത്ത വരിയിലേക്കാണ്. അങ്ങനെ ഖേദങ്ങളെ അറിയാത്തവനായി ജീവിച്ചുകൊണ്ടിരിക്കുമ്പോൾ കഥാചിൽ ഒരിക്കൽ ശൈലപ്രാന്തേ ഘർമ്മതാന്ത സരസ്യാം. ഘർമ്മത എന്ന് വെച്ചാൽ കഠിനമായിട്ടുള്ള ചൂട് അന്തരീക്ഷത്തിലെ, നമ്മളിന്ന് പറയുന്ന ഉഷ്ണം. ആ ഉഷ്ണം വന്നു ശൈലപ്രാന്തേ. ശൈലപ്രാന്തം എന്ന് വെച്ചാൽ ശൈല താഴ്വാരത്തിൽ, മലയുടെ താഴ്വാരത്തിൽ ആ ഘർമ്മതയുണ്ടായി. ഇനി രണ്ടു തരത്തിൽ പറയാം. ഘർമ്മത അന്തസ്സരസ്യാം എന്നാൽ നമുക്കതിനെ മുറിക്കാം. സരസിൻ്റെ ഉള്ളിലേക്ക് എന്നുള്ള അർത്ഥത്തിൽ മുറിക്കാം. ഘർമ്മതാന്തഹ എന്ന് മുറിക്കാം പദം. ആ ചൂടുള്ള കാലത്തിൻ്റെ മധ്യത്തിൽ അല്ലെങ്കിൽ ഉള്ളിൽ, അതിനിടയിൽ എന്നർത്ഥം. ഘർമ്മതാന്തഹ
എന്ന് ഒറ്റപദമായിട്ട് മുറിച്ച് സരസ്യം എന്ന് മുറിക്കാം. ഘർമ്മത അന്തസരസ്യം. പക്ഷെ അത് ഘർമ്മത എന്ന് വരുമ്പോൾ അതിനൊരു ഗ്രാമാറ്റിക്കൽ മിസ്റ്റേക്ക് വരുന്നു മാത്രം. അപ്പം ഘർമ്മത അന്ത സരസ്യാം. ഘർമ്മതയുടെ അന്തത്തിൽ, ഇടയിൽ, ഉള്ളിൽ, സരസ്യാം, സരസിൽ യൂഥൈസാർദ്ധം ത്വൽപ്രണുന്നോഭിരേമേ. ഗജേന്ദ്രൻ കഠിനമായിട്ടുള്ള വേനൽ ഈ ആനകൾക്ക് ചൂട് സഹിക്കാൻ പറ്റില്ല. ഒന്നാമത് വലിപ്പമുള്ള ശരീരം. ഈ ചൂട് സഹിക്കാൻ തീരെ സാധിക്കാത്ത ജീവിയാണ് ആന. കഠിനമായിട്ടുള്ള ഈ ചൂട് വന്നപ്പോൾ തുമ്പിക്കൈയൊന്ന് ഉയർത്തി എവിടുന്നെങ്കിലും വെള്ളത്തിൻ്റെ ഗന്ധം വരുന്നുണ്ടോ നോക്കി. ഗന്ധത്തിലൂടെ വസ്തുക്കളെ തിരിച്ചറിയുന്ന ജീവിയാണല്ലോ ആന. ദൂരെ നിന്ന് താമരയുടെ സുഗന്ധം വന്നു. താമര വേണമെങ്കിൽ വെള്ളം വേണമെന്ന് ഉറപ്പായി അദ്ദേഹത്തിന്. അപ്പോൾ ആ താമരയുടെ സുഗന്ധത്തിലേക്ക് അടുത്തങ്ങോട്ട് ചെന്നപ്പോഴാണ് ഋതുമത്ത് എന്ന വരുണൻ്റെ ഉടമസ്ഥതയിലുള്ള ഒരു ഉദ്യാനം ഉണ്ടായിരുന്നു അവിടെ. ആ വരുണൻ്റെ ഉദ്യാനത്തിലേക്ക് അതിക്രമിച്ച് കയറി ഈ ആനകൾ ആ ഉദ്യാനമൊക്കെ നശിപ്പിച്ചു എന്ന് വേണം കരുതാൻ. ആന കയറിയാൽ പിന്നെ അങ്ങനെയാണല്ലോ. ഏതായാലും സരസ്യാം അന്ത, സരസിൻ്റെ അല്ലെങ്കിൽ സരസിലേക്ക്, ഉള്ളിലേക്ക് ഇറങ്ങി. ആനകളൊക്കെ കൂടി സരസിലേക്ക് ഇറങ്ങിയാൽ എന്തായിരിക്കും? യൂഥൈസാർദ്ധം, അതായത് യൂഥങ്ങൾ എന്ന് വെച്ചാൽ ആനകൾ. ആനകളുടെ കൂടെയാണ് ഇറങ്ങിയത്. അതിൽ പിടിയാനകളുണ്ട്, കുട്ടിയാനകളുണ്ട്, മറ്റ് കൊമ്പന്മാരുണ്ട്. ആ സരസിലേക്ക് അങ്ങോട്ട് ഇറങ്ങി ത്വൽപ്രണുന്ന, അവിടുത്തെ പ്രേരണ, അവിടുന്ന് ചിന്തിച്ചതല്ലേ, അവിടുന്ന് ആകർഷിച്ചതല്ലേ വാസ്തവത്തിൽ ആ ഗജേന്ദ്രനെ മോക്ഷം കൊടുക്കാൻ വേണ്ടി. അവിടുത്തെ ആ ഒരു ആകർഷണം കാരണം, അവിടുത്തെ പ്രേരണ കാരണം അഭിരേമേ, ത്വൽപ്രണുന്ന അഭിരേമേ, അവിടുത്തെ പ്രേരണ കൊണ്ട് അഭിരമിച്ചു പിന്നെയും ഗജേന്ദ്രൻ. ഇതുവരെ രമിച്ചു, ആ രമത്തിനൊരു ബ്രേക്ക് വന്നു, രമണീയതയ്ക്കൊരു ബ്രേക്ക് വന്നു. കാരണം ചൂട് വന്നപ്പോൾ വീണ്ടും താമരയുടെ സുഗന്ധം വന്ന് ഇതാ വീണ്ടും വെള്ളത്തിലിറങ്ങി. ഇപ്പോൾ വീണ്ടും അഭിരമിക്കുന്നു ആ ഗജേന്ദ്രൻ എന്ന ഗൃഹസ്ഥൻ. ഇത് ഗൃഹസ്ഥനുമായിട്ട് കൂട്ടിച്ചേർക്കുമ്പോഴും ഇതേ അവസ്ഥ വരും. കുട്ടികൾ, കുടുംബം എന്ന് വിചാരിച്ച് നടക്കുന്ന സമയത്ത് ഭയങ്കര ചൂട് വരും. അപ്പോൾ എവിടെയെങ്കിലും താമരയുടെ സുഗന്ധം ഉണ്ടോ നോക്കുക, എവിടെന്നെങ്കിലും ഒരു പിടിവള്ളി കിട്ടുമോ നോക്കുക. ആ പിടിവള്ളിയിൽ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ എല്ലാം മറക്കുകയും ചെയ്യും. ഇതുതന്നെയാണ് സാധാരണ ഗൃഹസ്ഥൻ്റെയും ഗജേന്ദ്രൻ്റെയും സ്വഭാവം. സ്വേനസ്ഥാംനാ ദിവ്യദേശത്വശക്തിയാ, സ്വന്തം പ്രഭാവം കൊണ്ടും ദിവ്യദേശം എന്ന ആ ദേശത്തിൻ്റെ പ്രഭാവം കൊണ്ടും സോയം ഖേദാന പ്രജാനൻ കഥാചിൽ, വിഷമങ്ങളൊന്നും അദ്ദേഹം അറിഞ്ഞില്ല. പക്ഷെ ഒരിക്കൽ ശൈലപ്രാന്തേ ഘർമ്മതാന്ത സരസ്യാം, ഒരിക്കൽ ഗംഭീരമായിട്ടുള്ള ചൂടിൽ സരസിൻ്റെ ഉള്ളിലേക്ക്, ആ ശൈലത്തിൻ്റെ അടിയിലുള്ള സരസിൻ്റെ ഉള്ളിലേക്ക് യൂഥൈസാർദ്ധം ത്വൽപ്രണുന്നോഭിരേമ ഇറങ്ങി അവിടുത്തെ പ്രേരണയാൽ അഭിരമിച്ചു അദ്ദേഹം. നമസ്കാരം. ശ്രീകൃഷ്ണ.